ആദ്യം പ്രധാന വാർത്തകൾ. PJയുടെ മകനെതിരെ MV ആശയപ്രചരണത്തിന് വേണ്ടിയാണ് നവമാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടതെന്ന് MV ജയരാജൻ. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയല്ലാവയെന്നും പാർട്ടി അംഗങ്ങൾ ഈ മേഖലയിൽ എങ്ങനെ ഇടപെടണമെന്ന കാഴ്ചപ്പാട് CPM-ന് ഉണ്ടെന്നും MV ജയരാജൻ. സോളാറിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് കെ സുധാകരൻ. ജുഡീഷ്യറി എൻക്വയറി നടത്തി ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെയെങ്കിലും പരിരക്ഷിക്കണമെന്നും സുധാകരൻ. ഗണേഷ് കുമാറിന്റെ പങ്കും അന്വേഷിക്കണം. കേരള പ്രദേശ് വഴിയോര വ്യാപാര കൺവെൻഷൻ നടന്നു. തൊഴിലാളികളുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും കൺവെൻഷൻ. അതേസമയം കൺവെൻഷനിൽ ശബ്ദം കൂടി കോടതി നടപടികൾ തടസ്സപ്പെട്ടു. CIക്കും സംഘാടകർക്കും ഹാജരാവാൻ കോടതി നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന P. ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ പ്രസ്താവനയെ തള്ളി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. വികാരത്തിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഉണ്ടായതെന്നും MV പറഞ്ഞു. നവമാധ്യമ മേഖലയിൽ പ്രവർത്തകർ ഇടപെടേണ്ടത് എങ്ങനെയെന്നതിൽ CPM-ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സംഘടനാ കാര്യങ്ങൾ നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഡിവൈഎഫ്ഐ നേതാവ് കിരണിന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. നവമാധ്യമ മേഖലയിലെ CPIM പ്രവർത്തകന്മാർ എങ്ങനെ ഇടപെടണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് CPIM-നുണ്ട്. ആശയപ്രചരണത്തിനു വേണ്ടിയാണ് നവമാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടത്. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ല നവമാധ്യമങ്ങൾ. നവമാധ്യമങ്ങളിൽ പാർട്ടി അംഗങ്ങൾ ഇടപെടുമ്പോൾ സഭ്യേതരമായ ഭാഷകളോ വാക്കുകളോ ഓഡിയോ ആയിട്ടോ ദൃശ്യരൂപത്തിലോ ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല CPIM പ്രവർത്തകന്മാർക്കെതിരെ സഭ്യേതരമായ വാക്കുകൾ ആരെങ്കിലും ഉപയോഗിച്ചാൽ അതിന് മറുപടി സഭ്യമായ വാക്കുകളായിരിക്കണം. ഈ കാഴ്ചപ്പാടാണ് പാർട്ടിക്കുള്ളത്. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ പ്രശ്നത്തെ സമീപിക്കാൻ. ജെയിന്റെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. തളിപ്പറമ്പ് ആലക്കോട് തളിപ്പറമ്പ് റോഡിൽ പൂവം ടൗണിൽ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെനയന്നൂരിൽ സ്ഥാപനം നടത്തുന്ന എടക്കോം കണാരം വയൽ സ്വദേശി മുതിരയിൽ സജീവനാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആലക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസും സജീവൻ സഞ്ചരിച്ച പൾസർ ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണാരം വയലിലെ കണ്ണൻ ചേയിക്കുട്ടി ദമ്പതികളുടെ മകനാണ്. തളിപ്പറമ്പ് പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. റബ്ബർ കർഷകരോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 14 വ്യാഴാഴ്ച കർഷകർ പാർലമെന്റ് മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിലും സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി M. പ്രകാശൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർഷക മാർച്ച് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. നേരത്തെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് 4 മാസം മുമ്പ് രാജ്ഭവന് മുന്നിൽ രാപ്പകൽ സമരവും ലോങ് മാർച്ചും നടത്തിയിരുന്നു. അനുകൂലമായ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സെപ്റ്റംബർ 14 പാർലമെന്റ് മാർച്ച് നടത്തുന്നതെന്ന് M. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അത് കൃഷിക്കാർക്ക് അനുകൂലമായ ഒരു നിലയാണ് ഉണ്ടാക്കുക എന്ന വ്യാപകമായ പ്രചാരവേല നടത്തിയതാണ്. അന്നും അഖിലേന്ത്യാ കിസാൻ സഭയും അതുപോലെ തന്നെ കേരള കർഷക സംഘവും ഇത് കൃഷിക്കാരുടെ ഒരു മരണമണിയാണ്. കാരണം ആസിയൻ രാജ്യങ്ങൾ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം ഉള്ള രാജ്യങ്ങളാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അതേ കാർഷികോൽപ്പന്നങ്ങൾ തന്നെയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ചുങ്കമില്ലാതെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയാൽ അത് വലിയ വിലത്തകർച്ചയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞ് വലിയ നിലക്കുള്ള സമരങ്ങൾ മലയോര മേഖല ആകെ തന്നെ നീണ്ടു നിൽക്കുന്ന മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള ഒരുപാട് സമരങ്ങൾ നമ്മൾ നടത്തിയാണ്. എന്നാൽ ആ കരാർ വന്നതിന് ശേഷം എന്താണ് കേരളത്തിലെ റബ്ബറിൻ്റെ, നാളികേരത്തിൻ്റെ, ഏലത്തിൻ്റെ, ഇഞ്ചിയുടെ, കാപ്പിയുടെ, ഗ്രാമ്പുവിൻ്റെ, തേയിലയുടെ എല്ലാം വില എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ജില്ലയിൽ നിന്നും 102 കൃഷിക്കാർ ഡൽഹിയിൽ നടക്കുന്ന മാർച്ചിൽ പങ്കെടുക്കും. ജില്ലയിൽ വ്യാഴാഴ്ച തളിപ്പറമ്പിലുള്ള റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. കാലത്ത് 10 മണിക്ക് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കർഷകരുടെ മാർച്ച് ആരംഭിക്കുമെന്നും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. പ്രസിഡന്റ് P. ഗോവിന്ദൻ, T. പ്രശാന്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് T. O. മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
എത്രമാത്രം പാടുപെടണം എന്ന് നമ്മളിവിടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ആളുകളും അനുഭവിക്കുന്നില്ല. മനുഷ്യനായി പറഞ്ഞാൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. ചെയ്യുന്ന ജോലിക്ക് അത് മതിയായ വേതനം, ദൈവത്തെ മാത്രം ഉപാസിച്ചു നിന്നത് കൊണ്ടൊന്നും ഒരാൾക്ക് കുടുംബം പുലർത്താൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ പലപ്പോഴും ആവശ്യങ്ങൾ പതിച്ചു പോയത് ബദിര കർണങ്ങളിലാണ് എന്ന് നമുക്കറിയാം. ഇപ്പോഴും മധ്യ തീർത്ഥക്കര തന്നെ കുറേയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മാറ്റം പൂർണ്ണമായി അല്ലെങ്കിൽ സംതൃപ്തമായി എന്നൊന്നും പറയാൻ കഴിയില്ല. സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാർ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മുല്ലപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി AS കൃഷ്ണൻ നമ്പൂതിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണിക്കുട്ടൻ നമ്പൂതിരി, ഹരികുമാർ ശർമ്മ, TK സുദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PJയുടെ മകനെതിരെ MV ആശയപ്രചരണത്തിന് വേണ്ടിയാണ് നവമാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടതെന്ന് MV ജയരാജൻ. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയല്ലവയെന്നും പാർട്ടി അംഗങ്ങൾ ഈ മേഖലയിൽ എങ്ങനെ ഇടപെടണമെന്ന കാഴ്ചപ്പാട് CPM-ന് ഉണ്ടെന്നും MV ജയരാജൻ. സോളാറിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് K സുധാകരൻ. ജുഡീഷ്യറി എൻക്വയറി നടത്തി ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെയെങ്കിലും പരിരക്ഷിക്കണമെന്നും സുധാകരൻ. ഗണേഷ് കുമാറിന്റെ പങ്കും അന്വേഷിക്കണം. കേരള പ്രദേശ് വഴിയോര വ്യാപാര കൺവെൻഷൻ നടന്നു. തൊഴിലാളികളുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും കൺവെൻഷൻ. അതേസമയം കൺവെൻഷനിൽ ശബ്ദം കൂടി കോടതി നടപടികൾ തടസ്സപ്പെട്ടു. CIക്കും സംഘാടകർക്കും ഹാജരാവാൻ കോടതി നിർദ്ദേശം. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടൂ. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്
ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. സോളാർ തട്ടിപ്പ് കേസിൽ വേട്ടയാടിയ വേദനയുമായാണ് ഉമ്മൻചാണ്ടി പോയതെന്ന് കെ സുധാകരൻ. ഇതിൽ നടത്തിയ ഗൂഢാലോചന അന്തസ്സുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിക്കണമെന്നും അത് CBI കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. ഗണേഷ് കുമാറാണ് ഇതിനു പിന്നിലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്നും കെ മുരളീധരന്റെ അതൃപ്തിയിൽ പ്രതികരണമില്ലെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി പോയി. ഉമ്മൻചാണ്ടിയുടെ നോവേറ്റ വേദനയുമായി ഉമ്മൻചാണ്ടി പോയി. ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെങ്കിലും ഈ വെളിപ്പെടുത്തൽ ആത്മശാന്തി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരന്വേഷിക്കണം എന്നുള്ളത് അന്തസ്സുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് തീരുമാനിക്കണം ആരന്വേഷിക്കണമെന്ന്. ഒരു ഇത്രയും കേരളത്തിലെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിൻ്റെ മാനവും അഭിമാനവും തകർത്ത് ജനമധ്യത്തിൽ പരിഹാസ്യമാക്കി മാറ്റിയ ആ ഗൂഢാലോചനയുടെ പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നത് വ്യക്തമാക്കണം. അതിനുള്ള അന്വേഷണം നടക്കണം. ഗണേഷ് കുമാറാണ് നടത്തിയതെങ്കിൽ ഗണേഷ് കുമാറിനെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഗണേഷ് കുമാറിനെ കൊണ്ട് അതിന് പരിഹാര നടപടി ഉണ്ടാക്കിക്കണം. അതിന് നട്ടലുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യണം. CBIയെ കൊണ്ട് തന്നെ ഗണേഷ് കുമാറിൻ്റെ ഈ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ വ്യക്തത വരുത്തണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് എന്തെങ്കിലും നേടാനൊന്നുമല്ല. ഉമ്മൻചാണ്ടി പോയി. പക്ഷെ ഉമ്മൻചാണ്ടി പോയെങ്കിൽ പോലും ജനമനസ്സിൻ്റെ അകത്ത് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനവും മഹാത്മ്യവും കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഗൂഢാലോചനയുടെ രഹസ്യം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നട്ടലുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനബോധമുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തെ സർക്കാർ അതിന് തയ്യാറാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് UDFന് ഉണ്ടായതെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഇടതുപക്ഷ വിരുദ്ധ നിലപാട് പൊതുവെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഉമ്മൻചാണ്ടി മരിച്ച് 1 മാസത്തിനകം തെരഞ്ഞെടുപ്പ് വന്നതും ഒരു വിഷയമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ ഇത്തരം നിലപാട് എടുക്കാത്തതാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഒരു പാർട്ടിയോടും ആലോചിക്കാതെയാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സഹതാപം ഉണ്ടാക്കാനും നിലനിർത്താനും ആസൂത്രിതമായ ശ്രമം ഉണ്ടായതായും EP ജയരാജൻ പറഞ്ഞു. ഇത്തരത്തിലൊരു സഹതാപ തരംഗം ഉണ്ടാകുമ്പോൾ മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുള്ള വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിർണയം ശരിയായ നിരീക്ഷണമല്ല. അത് രാഷ്ട്രീയ നിരീക്ഷണമാണ്. സഹതാപ നിരീക്ഷണം വരുമ്പോഴാണ് ഈ മാറ്റം എത്രമാത്രം ജനങ്ങളെ സഹതാപം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളും വളരെയധികം ഐക്യത്തോടും വളരെയധികം സാഹോദര്യത്തോടും ഒരു ടീം എന്നുള്ള നിലയിലാണ് മുന്നണി സംവിധാനമാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ദുർബലാവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ചില പാർട്ടികൾക്ക് അസ്വാരസ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് രക്ഷപ്പെടാൻ ഏതെങ്കിലും കക്ഷികളെ കിട്ടുമോ എന്നുള്ള അവരുടെ നിസ്സഹായാവസ്ഥയുടെ പ്രകടനമായി ഇങ്ങനെ ചില പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്തുള്ളത് പോലെ ഈ പാർട്ടികൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആളുകളെ എത്തിച്ചും അതും വോട്ടാക്കി മാറ്റിയെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഒപ്പം
ഓണം ഓണത്തിനൊപ്പം എന്ന പേരിൽ കൂടാളി ഗവൺമെന്റ് സ്കൂൾ 1980 SSLC ബാച്ച് ഓണാഘോഷവും വിജയികൾക്കുള്ള അനുമോദനവും ചാലോട് മന്ദാലി സ്കൈ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഒപ്പം ഗ്രൂപ്പ് അംഗം KV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് എടുത്ത് അവരെ അഭിനന്ദിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഓണം കഴിഞ്ഞുള്ള ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഗ്രൂപ്പ് അംഗം CP അനിത അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെ ഒപ്പം പ്രസിഡന്റ് രമേശൻ വേശാല ആദരിച്ചു. തുടർന്ന് പുതിയ അംഗങ്ങളെ പരിചയപ്പെടൽ, പൂക്കളം ഒരുക്കൽ, ഓർമ്മയിലെ ഓണം, ഫോട്ടോ സെക്ഷൻ എന്നിവയും നടന്നു. രമേശൻ വേശാല, മുരളീജിത്ത് NK, രമേശൻ KP, സുധാകരൻ ഉദയോത്ത്, അബ്ദുൾ ഖാദർ C, സുരേന്ദ്രനാഥൻ A, K രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക പരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള പ്രദേശ് വഴിയോര വ്യാപാര കോൺഗ്രസ് INTUC ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജവഹർ ഹാളിൽ നടന്ന കൺവെൻഷൻ AICC വക്താവ് ഡോക്ടർ ഷമ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വതന്ത്രത കൊണ്ടാണ് പാർട്ടിയാണ്. ഒരു സമയത്ത് നമ്മൾ സൈഡാക്കിയിട്ടില്ല. INTUC ഏത് വിഭാഗമാവുമ്പോൾ നമ്മളത് മുന്നോട്ടാക്കൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം, വെറുപ്പിന്റെ രാഷ്ട്രമുണ്ട്, GSTയുടെ രാഷ്ട്രമുണ്ട്, പല കാര്യം നടന്നുകൊണ്ടിരിക്കുക, ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രമുണ്ട്. അതെല്ലാം നേരിടാൻ വെറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ എതിര് നിൽക്കുന്നതാണ് രാഹുൽ ഗാന്ധി. രാവും പകലും രാത്രി നമ്മൾ മനസ്സിലാക്കും. RSSന്റെ എതിരായിട്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? രാഹുൽ ഗാന്ധി. അത് നമ്മൾ മനസ്സിലാക്കും. ആരും ഇത്ര എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇപ്പോഴും നോർവേയിലുള്ള സമയത്ത് പുറത്തെ വിദേശത്തല്ല, അവിടെയും പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. മണിപ്പൂരിൽ നടന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് കുറച്ച് പോകുന്നത്. അപ്പം ആ വെറുപ്പിന്റെ രാഷ്ട്രം നമ്മൾ മാറ്റണമെങ്കിൽ നമുക്കൊരു ഐക്യം വേണം, സ്നേഹം. മുഹബ്ബത്ത് കി ദുകാൻ, നഫ്രത്ത് കെ ബാസാർ മേ മുഹബ്ബത്ത് കി ദുകാൻ പോലാണ് പറഞ്ഞാൽ, ഈ വെറുപ്പിന്റെ മാർക്കറ്റിൽ നമുക്കൊരു ചെറിയ ഷോപ്പ് തുടങ്ങണം, സ്നേഹത്തിന്റെ ഒരു ഷോപ്പ് തുടങ്ങണം എന്ന് രാഹുൽജി പറയുന്നത്. M. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പൂന്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ സർവേ എടുത്ത് നിലവിലുള്ള മുഴുവൻ വഴിയോര തൊഴിലാളികൾക്കും സ്ട്രീറ്റ് വെണ്ടേഴ്സ് കാർഡ് നൽകണമെന്നും വഴിയോര തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വഴിയോര തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമനിധി ബോർഡും പ്രത്യേക ക്ഷേമ പദ്ധതിയും നടപ്പിലാക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. MP രാജേഷ്, T ശങ്കരൻ, C വിജയൻ, MV പ്രേമരാജൻ, പ്രേംജിത്ത് പൂച്ചാലി തുടങ്ങിയവർ പങ്കെടുത്തു. കൺവെൻഷന്റെ ശബ്ദം കൂടി. കോടതി നടപടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ടൗൺ CAയെയും സംഘാടകരെയും കണ്ണൂർ JFCM ജഡ്ജ് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചു. ഇന്ന് നടന്ന കേരള പ്രദേശ് വഴിയോര വ്യാപാര കോൺഗ്രസ് ജില്ലാ കൺവെൻഷനിലായിരുന്നു സംഭവം. ജവഹർ ഹാളിൽ നടന്ന പരിപാടിയിൽ മൈക്കിലൂടെയുള്ള ശബ്ദമാണ് കോടതി കോംപ്ലക്സിലെ നിയമ വ്യവഹാരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ജവഹർ ഹാളും കോടതി സമുച്ചയവും തമ്മിൽ കഷ്ടിച്ച് 100-200 മീറ്റർ ദൂരമേയുള്ളൂ. ജവഹർ ഹാളിലെ ഗ്രൌണ്ട് ഫ്ലോറിലെ ഓപ്പൺ ഹാളിലാണ് പരിപാടി നടന്നിരുന്നത്. ഇത് ശബ്ദശല്യം ഇരട്ടിക്കാൻ കാരണമായി. കോടതി ഇടപെട്ടതോടെ ടൗൺ SI നസീബ് സമ്മേളന സ്ഥലത്തെത്തി സംഘാടകരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അല്പനേരം സംഘാടകരിൽ ചിലർ പോലീസിനോട് തട്ടിക്കയറിയെങ്കിലും സംഭവത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട് നേതാക്കൾ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാന അധ്യാപകർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. TTI മെന്നിൽ നടന്ന ക്ലാസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് തീരുമാനിക്കുന്ന വർദ്ധന ചിലപ്പോൾ പുറത്തു പോകാനായിരിക്കും പറയുക, ചിലപ്പോൾ എന്തെങ്കിലും ഇന്ത്യയുടെ കടന്നു കൊടുക്കാനായിരിക്കും പറയുക. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം അവസാനത്തെ ടീച്ചറായിരിക്കും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടാവുക.
ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ഓടിപ്പിടിച്ച് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കൂടെ. ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ ബിജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ പി വേണുഗോപാലൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ കെ എം ദ്രൌപതി, കെ പി പ്രിയ, വനിതാ ഫോറം ജില്ലാ കൺവീനർ ബിന്ദു കൃഷ്ണൻ, കെ വി ജിഷ, കെ കെ റംലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ എല്ലാ ബാങ്കുകളുടെയും പങ്കാളിത്തത്തോടെ സെപ്റ്റംബർ 13 ബുധനാഴ്ച ലോൺ മേള സംഘടിപ്പിക്കുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ കാലത്ത് 10 മണിക്ക് പി സന്തോഷ് കുമാർ MP മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ഇ പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങൾക്ക് നേരിട്ട് അവിടെ വന്നിട്ട് എല്ലാ ബാങ്കുകളുടെ സ്റ്റാളുകൾ പ്രൊവൈഡ് ചെയ്യും. ആ സ്റ്റാളുകൾ നേരിട്ട് അവരുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അവർക്ക് അപ്പോൾ തന്നെ ഇൻ പ്രിൻസിപ്പിൾ ഇതും ഉണ്ടാവും, സാങ്ഷൻസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടാവും. ഈ പ്രോഗ്രാമിൽ നേരിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനും ഒരു വേദിയായിട്ട് നമ്മൾ ഒരുക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ MP സന്തോഷ് കുമാർ സാറാണ്, രാജ്യസഭ MP സാറാണ് ഉദ്ഘാടനം ചെയ്യുക. നമ്മുടെ കാനറ ബാങ്കിൻ്റെ ജനറൽ മാനേജറും SLBC കൺവീനറുമായ ശ്രീ പ്രേംകുമാർ സാറും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സേവന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ വെച്ച് വിവിധ വായ്പകളെക്കുറിച്ച് അന്വേഷണം നടത്താവുന്നതാണെന്ന് മാനേജർ പറഞ്ഞു. എല്ലാ ബാങ്കുകളുടെയും സ്റ്റാളുകൾ മേളയിൽ ഉണ്ടായിരിക്കും. കാനറ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ AU രാജേഷ്, കേരള ബാങ്ക് റീജിയണൽ മാനേജർ KR ബിന്ദു, സ്റ്റേറ്റ് ബാങ്ക് റീജിയണൽ മാനേജർ AVC ജോയ്, കേരള ബാങ്ക് ജനറൽ മാനേജർ PP മനോജ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കിഴുന്ന വാണിയ സമുദായ സമിതി 21ാം വാർഷിക സമ്മേളനം മുച്ചിലോട്ട് കാവങ്കണത്തിൽ നടന്നു. PV പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സി കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച വാണിയ സമുദായ സമിതി സമ്മേളനത്തിൽ സി ഹരിദാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ക്ഷേത്രസ്ഥാനികരായ അനിൽ കോമരം, സത്യൻ കോമരം എന്നിവർ സംബന്ധിച്ചു. സമ്മേളനത്തിൽ SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം നടന്നു. KC കുഞ്ഞിരാമൻ നായർ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. കീഴുന്നപ്പാറയിൽ ഒരു പ്രാഥമിക ഹെൽത്ത് സെന്റർ സ്ഥാപിക്കണമെന്ന പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. തുടർന്ന് സമുദായ സമിതിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സി കൃഷ്ണൻ നായരെയും സെക്രട്ടറിയായി സി ഹരിദാസിനെയും ട്രഷററായി M രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5485 രൂപ, പവന് 43,880 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്. അപേക്ഷ ക്ഷണിച്ചു. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ വിവിധ ഘടക പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുളങ്ങളിലെ ശാസ്ത്രീയ തിലാപ്പിയ മത്സ്യകൃഷി, ഓരുജലക്കുളങ്ങളിലെ പൂമീൻ, കരിമീൻ, ചെമ്മീൻ, പിന്നാമ്പുറ കരിമീൻ, വരാൽ വിത്തുൽപാദന യൂണിറ്റ് എന്നിവയാണ് വിവിധ ഘടക പദ്ധതികൾ. എല്ലാ പദ്ധതികളുടെയും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ കണ്ണൂർ, തലശ്ശേരി, അഴീക്കോട്, മാടായി എന്നീ മത്സ്യഭവൻ ഓഫീസുകളിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം സെപ്റ്റംബർ 19 വൈകിട്ട് 4 മണി വരെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ സ്വീകരിക്കും. സീറ്റൊഴിവ്. എളയൂർത്തട്ട് EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ 2023-24 അധ്യയന വർഷത്തിൽ BSc ഫിസിക്സ്, BE ഹിന്ദി, BA ഫംഗ്ഷണൽ ഇംഗ്ലീഷ് എന്നീ കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. കൂടാതെ BA പൊളിറ്റിക്കൽ സയൻസിൽ EWS വിഭാഗത്തിൽ സംവരണം ചെയ്ത സീറ്റുകളിലും ഒഴിവുണ്ട്. സെപ്റ്റംബർ 12 ഉച്ചയ്ക്ക് 2 മണിക്കകം കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04672241-345. തീയതി നീട്ടി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി, വിധവാ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരും ഓഗസ്റ്റ് 31-നകം മസ്റ്റർ ചെയ്ത് പരാജയപ്പെട്ടവരുമായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള കാലാവധി സെപ്റ്റംബർ 15 വരെ നീട്ടിയതായി മത്സ്യബോർഡ് മേഖലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ITI അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ഗവൺമെൻറ് ITIയും IMCയും സംയുക്തമായി നടത്തുന്ന ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈനിംഗ് കോഴ്സും അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 15 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 9447311257. കെൽട്രോണിൽ ജേർണലിസം പഠനം. കെൽട്രോൺ നടത്തുന്ന 1 വർഷത്തെ മാധ്യമ പഠന ബിരുദാനന്തര ബിരുദ ഡിപ്ലോമയുടെ ഈ വർഷത്തെ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ് മീഡിയ ജേർണലിസം, ടെലിവിഷൻ ജേർണലിസം, സോഷ്യൽ മീഡിയ ജേർണലിസം, മൊബൈൽ ജേർണലിസം, ഡാറ്റ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ജേർണലിസം, ആങ്കറിംഗ്, ന്യൂസ്, ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിലാണ് പരിശീലനം. പഠനത്തോടൊപ്പം മാധ്യമ സ്ഥാപനങ്ങളിൽ നിബന്ധനകൾക്ക് വിധേയമായി ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ലഭിക്കും. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റന്റും നൽകും. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. തത്സമയ പ്രവേശനം.
നെടുമമ്പ്രം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ഈ അധ്യയന വർഷത്തെ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം സെപ്റ്റംബർ 13 നടത്തും. താൽപര്യമുള്ളവർ രാവിലെ 10 മണിക്ക് അസൽ രേഖകൾ സഹിതം സൂപ്രണ്ട് മുമ്പാകെ ഹാജരാവണം. താൽക്കാലിക നിയമനം. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ലാബ് അസിസ്റ്റന്റ് തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിനായി സംവരണം ചെയ്ത താൽക്കാലിക ഒഴിവുണ്ട്. SSLCയും അംഗീകൃത മെഡിക്കൽ ലബോറട്ടറികളിൽ ലാബ് അറ്റൻഡന്റായുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രായപരിധി 2023 ജനുവരി 1-ന് 18-നും 41-നും ഇടയിലായിരിക്കണം. കാലാവസ്ഥ. മ്യാൻമർ തീരത്തിന് സമീപം മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം മിതമായ ഇടത്തരം രീതിയിലുള്ള മഴ തുടരാൻ സാധ്യത. സെപ്റ്റംബർ 11, 12 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PJയുടെ മകനെതിരെ MV ആശയപ്രചരണത്തിന് വേണ്ടിയാണ് നവമാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടതെന്ന് MV ജയരാജൻ. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയല്ലാവയെന്നും പാർട്ടി അംഗങ്ങൾ ഈ മേഖലയിൽ എങ്ങനെ ഇടപെടണമെന്ന കാഴ്ചപ്പാട് CPM-ന് ഉണ്ടെന്നും MV ജയരാജൻ. സോളാറിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് കെ സുധാകരൻ. ജുഡീഷ്യറി എൻക്വയറി നടത്തി ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെയെങ്കിലും പരിരക്ഷിക്കണമെന്നും സുധാകരൻ. ഗണേഷ് കുമാറിന്റെ പങ്കും അന്വേഷിക്കണം. കേരള പ്രദേശ് വഴിയോര വ്യാപാര കൺവെൻഷൻ നടന്നു. തൊഴിലാളികളുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും കൺവെൻഷൻ. അതേസമയം കൺവെൻഷനിൽ ശബ്ദം കൂടി കോടതി നടപടികൾ തടസ്സപ്പെട്ടു. CIക്കും സംഘാടകർക്കും ഹാജരാവാൻ കോടതി നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.